നമസ്കാരം. മനുഷ്യൻ്റെ ഉയർച്ചയും താഴ്ചയും വീഴ്ചയും ഒക്കെ ചിലപ്പോഴെങ്കിലും അവിശ്വസനീയമായി നമുക്ക് തോന്നും. ഇന്നലെ വരെ രാജാവായി ജീവിച്ചവർ ഇന്ന് ഭിക്ഷയെടുക്കുന്ന കാഴ്ച ലോകത്ത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇന്നലെ വരെ ഭിക്ഷക്കാരായിരുന്നവർ ഇന്ന് അത്യാഡംബര വാഹനങ്ങളിൽ ചുറ്റിക്കറങ്ങുന്നതും നമ്മൾ കാണാറുണ്ട്. അങ്ങനെ മനുഷ്യൻ നിരന്തരം വീണുപോവുകയും വീണിടത്തു നിന്ന് എണീൽക്കുകയും അവിടെ നിന്ന് ഉയർന്നു പൊങ്ങിയ ശേഷം വീണ്ടും വീഴുകയും ഒക്കെ ചെയ്യുന്നത് വിചിത്രമായ സംഗതികളായി മാറുന്നു. പി.വി. അൻവർ എന്ന ആ മനുഷ്യൻ്റെ കാര്യം ഓർക്കൂ. അതിസമ്പന്നനായിരുന്നു. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ രണ്ടാമതെത്താനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ എത്തുന്നതിന് മുൻപ്. നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ, ഇട്ടുമൂടാൻ പണം, ആവശ്യത്തിലധികം ഭാര്യമാർ, സൈബർ ഗുണ്ടാസംഘം മുതൽ ഒറിജിനൽ ഗുണ്ടാസംഘം വരെ ഇഷ്ടം പോലെ. കൊലപാതക കേസിൽ പ്രതിയായിട്ട് പോലും എളുപ്പത്തിൽ തലയുരാൻ കഴിഞ്ഞ ഒരു പ്രതാപകാലം. ഒരു സമ്പന്നൻ എന്ന നിലയിൽ ഇതൊക്കെ അനുഭവിച്ചിട്ടും അൻവറിന് അധികാരത്തോട് ആക്രാന്തം തോന്നി. അങ്ങനെയാണ് രാഷ്ട്രീയത്തിലിറങ്ങുന്നതും MLA പദവിയിലെത്തുന്നതും. പക്ഷെ അവിടെ ഇരുന്ന് മതിമറന്ന് അഹങ്കരിച്ച് പുറത്തേക്കിറങ്ങി താൻ മന്ത്രിയാവും എന്ന് മോഹിച്ചെങ്കിലും ഇപ്പോൾ സംഭവിച്ചത് ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ്. ഇത്തരത്തിൽ എത്രയോ മനുഷ്യരുണ്ട്. അവർക്ക് കിട്ടിയ അധികാരം അവർ ദുർവിനിയോഗിക്കുകയാണ്. ചിരഞ്ജീവിയാണെന്നും എക്കാലത്തും അധികാരത്തിലുണ്ടാവുമെന്നും കരുതി. പിണറായിയുടെ കാര്യം ഓർത്തു നോക്കൂ. കഴിഞ്ഞ 28 വർഷം സർവാധികാരിയായിരുന്നു. 10 വർഷം മുഖ്യമന്ത്രി എന്ന നിലയിൽ കേരളം അദ്ദേഹത്തിൻ്റെ കാൽ കീഴിലായിരുന്നു. ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും താല്പര്യമില്ലാതിരുന്നിട്ടും പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റുവാങ്ങിയതുപോലും അധികാരത്തോടുള്ള ആ ആർത്തി കൊണ്ടാണ്. എന്നാൽ വീഴ്ചയിൽ ഇവരെയൊക്കെ കവച്ചു വയ്ക്കുന്ന നേതാവായി മാറുന്നു മമതാ ബാനർജി. മമതാ ബാനർജി ചില്ലറക്കാരിയല്ല. 3 വട്ടമാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായ പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചത്. അതും വലിയ ഭൂരിപക്ഷത്തിൽ. കേന്ദ്ര റെയിൽവേ മന്ത്രി അടക്കമുള്ള ഉന്നത പദവികൾ വഹിച്ചിട്ടുണ്ട്. സർവശക്തനായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി പറന്നെത്തിയ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ പോലും അനുമതി കൊടുക്കാത്ത അധികാര ഗർവ് മമതാ ബാനർജിക്കുണ്ടായിരുന്നു. ED ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് നടത്തിയപ്പോൾ അവരുടെ കയ്യിൽ നിന്നും ഫയൽ പിടിച്ചു മേടിച്ചുകൊണ്ട് പോകാനുള്ള ചട്ടമ്പിത്തരവും മമതയ്ക്കുണ്ടായിരുന്നു. ആർക്കും തൊടാൻ കഴിയാത്ത വിധത്തിൽ സർവാധികാരിയായി മമത കൽക്കട്ടയും പശ്ചിമ ബംഗാളും അടക്കി വാണു. ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനൊരു തോൽവി മമത പ്രതീക്ഷിച്ചതേയില്ല. മമതയുടെ പാർട്ടി തോറ്റമ്പി എന്നതല്ല, BJP എന്ന് ബംഗാളികൾ അകറ്റി നിർത്തിയെന്ന രാഷ്ട്രീയ പാർട്ടി മഹാഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു എന്നതുമല്ല, നേരെ മറിച്ച് മമത പോലും തോറ്റുപോയി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സവിശേഷത. മമത തോൽവി സമ്മതിച്ചില്ല, രാജി സമർപ്പിച്ചില്ല. പക്ഷെ അതൊന്നും നിയമപരമായ ആവശ്യങ്ങളായിരുന്നില്ല. ഇപ്പോഴിതാ മമതയുടെ അനന്തരവനും വലങ്കയും ശക്തി സ്രോതസ്സുമായിരുന്ന അഭിഷേക് ബാനർജിയെ നാട്ടുകാർ വഴിയിലിട്ട് തല്ലുന്നു. മമതയുടെ പാർട്ടിക്കാരായി ഗുണ്ടാപ്പണി ചെയ്തിരുന്നവരൊക്കെ കൂട്ടത്തോടുകൂടി ഓടി രക്ഷപ്പെടുന്നു. മമതയുടെ വലങ്കയായി ഷാജഹാൻ ഷെയ്ഖിനെ പോലുള്ളവർ ജയിലിൽ കഴിയുന്നു. അവസാനം മമതയുടെ പാർട്ടിയും മമതയെ കൈവിടുകയാണ്. ഓർക്കണം, കോൺഗ്രസ് പാർട്ടി പിളർത്തി 1/4 നൂറ്റാണ്ട് മുമ്പ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന TMC. കേവലം പശ്ചിമ ബംഗാളിൽ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിലേക്കും ആ പാർട്ടി പടർന്നിരുന്നു. ആ പാർട്ടിയുടെ സർവാധികാരി മമതയായിരുന്നു, രണ്ടാമൻ അഭിഷേക് ബാനർജിയും. പക്ഷെ തോറ്റു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നോക്കൂ. ആകെ തൃണമൂൽ കോൺഗ്രസ് ജയിച്ചത് 80 സീറ്റുകളിലാണ്. അതിൽ 58 പേരും മമതയെ വിട്ട് പുതിയൊരു നേതാവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. മമതയെ പിന്തുണയ്ക്കുന്ന 22 നേതാക്കൾ മാത്രമാണുള്ളത്. എന്ന് വെച്ചാൽ സർവശക്തയായ മമതാ ബാനർജിയുടെ TMC എന്ന രാഷ്ട്രീയ പാർട്ടി നെടുകെ പിളർന്നിരിക്കുന്നു. 3-ൽ 2 MLA മാരും പിളർത്തിക്കൊണ്ടുപോയ ഭാഗത്തിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ഋതബ്രത MLA-യെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആനയിച്ചിരിക്കുകയാണ് ബംഗാൾ സ്പീക്കർ. മമതാ ബാനർജിയും അവരുടെ ചാർച്ചക്കാരും ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തായി. തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഔദ്യോഗികമായി ഇനി മമതയുടേതല്ല, നേരെ മറിച്ച് ഋതബ്രത നേതൃത്വം കൊടുക്കുന്ന വിമത സംഘത്തിൻ്റെതാണ്. ഓർക്കുക, 80 MLA-മാരിൽ 58 പേരും ഋതബ്രതയ്ക്ക് പിന്തുണ കൊടുക്കുമ്പോൾ കേവലം 22 പേരാണ് മമതയെ പിന്തുണയ്ക്കുന്നത്. മമത തന്നെയാണ് തങ്ങളുടെ നേതാവ് എന്ന് ഋതബ്രതയുടെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും മമത അവരെയൊക്കെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. അധികാരത്തിലെ എല്ലാ ഗ്രിപ്പും നഷ്ടപ്പെടുന്നു, സ്വന്തം മണ്ഡലത്തിൽ തോൽക്കുന്നു. ഇപ്പോൾ സ്വന്തം പാർട്ടിയും ആരോ കൊണ്ടുപോയിരിക്കുന്നു. ഈ ഋതബ്രത അത്ര നിസ്സാരക്കാരനല്ല. CPM-ലെ തിളങ്ങുന്ന യുവത്വത്തിൻ്റെ പ്രതീകമായിരുന്നു. എന്നാൽ CPM-ൽ നിന്നും പാർട്ടി വിമർശനത്തിൻ്റെ പേരിൽ, ആഡംബര ജീവിതത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെടുന്നു. അവിടെ നിന്ന് നേരെ BJP-യിലേക്ക് ചേക്കേറും എന്ന് കണക്കാക്കിയെങ്കിലും 2-3 വർഷത്തെ സാവകാശത്തിന് ശേഷം ഋതബ്രത പോയത് മമതയുടെ TMC-യിലേക്കായിരുന്നു. ഇന്ന് TMC-യെ പിളർത്തി ഋതബ്രത നേതാവാകുമ്പോൾ
നാളെ ഇത് BJPയുടെ ഭാഗമായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അത്ര ശക്തമായ അടിയൊഴുക്കുകളാണ് ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ സംഭവിച്ചതിൻ്റെ തനി ആവർത്തനമാണ് ബംഗാളിലും അരങ്ങേറിയത്. ശക്തനായ ഉദ്ധവ് താക്കറെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പാർട്ടി നേതാവായ ഏക്നാഥ് ഷിൻഡെ പുതിയൊരു പാർട്ടി ഉണ്ടാക്കി. ഈ തെരഞ്ഞെടുപ്പിൽ ഷിൻഡെ ഉപമുഖ്യമന്ത്രിയായി ആ നാട് ഭരിക്കുമ്പോൾ ഉദ്ധവ് താക്കറെയുടെ പാർട്ടി ചക്രശ്വാസം വലിക്കുന്നു. ഇതേ ആവർത്തനം തന്നെയാണ് ബംഗാളിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും ശക്തിയുള്ള ഒരു നേതാവ് ഇപ്പോൾ ആരുമില്ലാതായിരിക്കുന്നു. ഇന്ത്യ സഖ്യത്തെ തള്ളിപ്പറഞ്ഞിരുന്ന മമത ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. എന്നാൽ ഇന്ത്യ സഖ്യത്തിൽ അവരാണോ ഇവരാണോ എന്ന് ഇതുവരെ ആരും തീരുമാനിച്ചിട്ടില്ല. ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി മോദിയും രാജ്യത്തെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന വലിയ ഓപ്പറേഷനുകളുടെ ഭാഗമായാണ് ബംഗാളിൽ BJP അധികാരത്തിലെത്തിയത്. ആ യുദ്ധം അവിടെയും അവസാനിക്കുന്നില്ല. രാഷ്ട്രീയ ശത്രുക്കളെ മുഴുവൻ തീർത്തതിനു ശേഷമേ വിശ്രമിക്കൂ എന്ന് തെളിയിക്കുകയാണ് ബംഗാളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഇതിൻ്റെയൊക്കെ നഷ്ടം മലയാളികൾക്കാണ് എന്ന് മറന്നു പോവരുത്. മലയാളികളാണ് ബംഗാളിലെ രാഷ്ട്രീയം നെഞ്ചിലേറ്റി പുരോഗമനവും ഫെമിനിസവും കമ്മ്യൂണിസവും ഒക്കെ പറഞ്ഞ് ഇപ്പോഴും ജീവിക്കുന്നവർ. ആ ബംഗാളി കപട ഫെമിനിസവും കപട കമ്മ്യൂണിസവും തള്ളിക്കളയുന്നു. അവിടുത്തെ പട്ടിണി അതിജീവിക്കാൻ അവിടെ നിന്നും ഓടിയെത്തിയ ബംഗാളികൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പണിയെടുത്തു. ഇത് BJP ആ കമ്മ്യൂണിസ്റ്റ് കടങ്കഥ പൂർണ്ണമായും അവസാനിപ്പിക്കുമ്പോൾ, മമതാ ബാനർജിയുടെ ഗുണ്ടാ സംഘത്തെ തുടച്ചു നീക്കുമ്പോൾ ആളുകൾ പ്രതീക്ഷയോടെ അങ്ങോട്ട് ചേക്കേറുന്നു. ഇപ്പോഴും പണി നമുക്ക് തന്നെ. നമ്മുടെ പാടത്തും പറമ്പിലും പണിയെടുക്കാൻ ആരുമില്ലാത്ത അവസ്ഥ.